കേഴ്സ്ഡ് എനർജി ഉപയോഗിച്ചുണ്ടാക്കുന്ന കോൺട്രാക്ട്സിനെയാണ് ബൈൻഡിങ് പവേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മളുമായിട്ടുണ്ടാക്കുന്ന കോൺട്രാക്ട്സ് ആവാം, അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ടുണ്ടാക്കുന്ന കോൺട്രാക്ട്സും ആവാം. നമ്മളുമായി വയ്ക്കുന്ന കോൺട്രാക്ട്സിനെ പേഴ്സണൽ ബൈൻഡിങ് പവേഴ്സ് എന്ന് പറയും. അത് ഇക്വലൻ്റ് എക്സ്ചേഞ്ചിൻ്റെ പ്രിൻസിപ്പളിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കെന്തെങ്കിലും നേടുന്നതിന് വേണ്ടി ഈക്വലായ മറ്റെന്തെങ്കിലും നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ബൈൻഡിങ് പവേഴ്സ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതിന് പ്രത്യേകിച്ച് ഒരു റിച്വലിൻ്റെ ഒന്നും ആവശ്യമില്ല. നനാമിയിലൂടെയാണ് ബൈൻഡിങ് പവേഴ്സ് എന്താണെന്ന് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. നനാമിയുടെ ബൈൻഡിങ് പവറിൻ്റെ പേരാണ് ഓവർ ടൈം. നനാമി പകൽ സമയങ്ങളിൽ 80% കേഴ്സ്ഡ് എനർജി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിന് പകരമായിട്ട് രാത്രിയാകുമ്പോൾ, അതായത് ഓവർ ടൈം ആയിക്കഴിഞ്ഞാൽ 120% കേഴ്സ്ഡ് എനർജി ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ പകൽ സമയങ്ങളിൽ 20% സാക്രിഫൈസ് ചെയ്തുകൊണ്ട് രാത്രി ആയി കഴിയുമ്പോൾ 20% എക്സ്ട്രാ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെ തന്നെയാണ് ഇക്വലൻ്റ് എക്സ്ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കേഴ്സ്ഡ് എനർജിയുടെ കാര്യത്തിൽ മാത്രമാണോന്നില്ല, കേഴ്സ്ഡ് ടെക്നീക്കിൻ്റെ കാര്യത്തിലോ ബാരിയർ ടെക്നീക്സിൻ്റെ കാര്യത്തിലോ അതിൻ്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടും ബൈൻഡിങ് പവേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് പേര് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ള ഒരു ബൈൻഡിങ് പവറാണ് റിവീലിംഗ് വൺസ് ഹാൻഡ്. ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് സ്വന്തം ടെക്നിക്ക് എന്താണെന്ന് ഒപ്പോണൻറ്റിന് റിവീൽ ചെയ്ത് കൊടുക്കും. അതിലൂടെ നമ്മൾ സ്വന്തമായിട്ടൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ഒരു റിസ്ക് ഉണ്ടാക്കുന്നതിലൂടെ അതിനനുസരിച്ചുള്ളൊരു ഗെയിനും നമുക്ക് ലഭിക്കും. ആ ഗെയിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കേഴ്സ്ഡ് എനർജി ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അറ്റാക്കിൻ്റെ പവർ കൂടുന്നതും ആവാം. മറ്റുള്ളവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബൈൻഡിങ് പവേഴ്സ് കുറച്ച് ഡിഫറൻ്റ് ആണ്. കാരണം അതിനകത്ത് ഇക്വലൻ്റ് എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമില്ല. രണ്ടാൾക്കാർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ബൈൻഡിങ് പവേഴ്സ് വയ്ക്കുന്നത്. ബൈൻഡിങ് പവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതും അല്ല. ഫസ്റ്റ് സീസണിൽ സുഗുണയും യൂജിയും തമ്മിലൊരു ബൈൻഡിങ് പവർ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണിച്ചതാണ്. യൂജിയുടെ ബോഡി ഹീൽ ചെയ്യുന്നതിന് പകരമായിട്ട് സുഗുണ ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ 1 മിനിറ്റ് നേരത്തേക്ക് പുറത്തു വരാനുള്ള അനുവാദം യൂജി കൊടുക്കണം. അതായിരുന്നു അവർ തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് സീസണിൽ മാഹിറ്റോയും മെക്കമാരുവും തമ്മിൽ ഒരു ബൈൻഡിങ് പവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാഹിറ്റോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലീക്ക് ചെയ്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് മെക്കമാരുവിൻ്റെ ബോഡി മാഹിറ്റോ ഹീൽ ചെയ്ത് കൊടുക്കും. ഇവിടെ 2 കേസിലും ഒരു ഈക്വൽ എക്സ്ചേഞ്ച് അല്ല നടന്നത്, പക്ഷേ 2 പാർട്ടീസിനും ഗുണമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ബൈൻഡിങ് പവേഴ്സ് ബ്രേക്ക് ചെയ്താലും അതിൻ്റേതായ കോൺസിക്വൻസുകളും ഉണ്ടാവും. പേഴ്സണൽ ബൈൻഡിങ് പവേഴ്സ് ബ്രേക്ക് ചെയ്താൽ പ്രത്യേകിച്ച് അപകടങ്ങളൊന്നുമില്ല. നമുക്ക് എന്താണോ ഗെയിൻ അല്ലെങ്കിൽ റിവാർഡ് കിട്ടേണ്ടിയിരുന്നത് അത് നഷ്ടപ്പെടും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റൊരാളുമായിട്ട് വയ്ക്കുന്ന ബൈൻഡിങ് പവേഴ്സ് അങ്ങനെയല്ല. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇതുവരെയും കാണിച്ചിട്ടില്ല. മാഹിറ്റോരെയും മെക്കമാരുവിൻ്റെയും കേസിൽ ഗെറ്റോ മാഹിറ്റോയുടെ അടുത്ത് പറയുന്നുണ്ട്, ആദ്യം മെക്കമാരുവിനെ ഹീൽ ചെയ്തതിന് ശേഷമേ അവൻ അറ്റാക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ ബൈൻഡിങ് പവർ ബ്രേക്ക് ആവും. അത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവരൊക്കെ അതിന് അത്രത്തോളം പേടിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാവും. ഈവൻ സുഗുണ പോലും ബൈൻഡിങ് പവർ ബ്രേക്ക് ചെയ്യാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടുമെന്നാണ് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതല്ലാതെ ശരിക്കും എന്ത് കോൺസിക്വൻസുകളാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരു സ്ഥലത്തും ഇതുവരെയും പറഞ്ഞിട്ടില്ല.